എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറിയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതുപോലെ തന്നെ മെറിറ്റ് കോട്ട അതായത് SWS എന്നിങ്ങനെ വിഭാഗത്തിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുമുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ ടെമ്പററിയാണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഗണിക്കില്ല എന്നൊക്കെ, അതുപോലെ ഞാൻ ഈ ഒരു അലോട്ട്മെൻറ്റ് നോക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ ആണെങ്കിലും പെർമനൻറ്റ് അഡ്മിഷൻ ആണ് എടുത്തതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥി എനിക്ക് സ്കൂളും കോഴ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട്, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് ആ ഒരു വിദ്യാർത്ഥിക്ക് കോഴ്സ് ചേഞ്ച് ആയിട്ടില്ല, എന്നാൽ സ്കൂൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി അഥവാ ഇതറിയാതെ അഡ്മിഷൻ എടുക്കാൻ പോയിട്ടില്ല എങ്കിൽ, ടെമ്പററി അഡ്മിഷൻ എങ്കിലും അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എങ്കിലും നേടിയിട്ടില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേടിയിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇവിടെ SWS ലിങ്ക് മുഖേനയും അതുപോലെ MRS ലിങ്ക് മുഖേനയും നിങ്ങൾ +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ലിങ്കുകളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേനയാണ് ഞാൻ ജസ്റ്റ് ആ ഒരു റിസൾട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പച്ച കളറിൽ കാണാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ആദ്യമായിട്ടല്ല അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുത്തിട്ടുണ്ടായിരുന്നു, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാവും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലാണ് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ യു ഹാവ് ഗോട്ട് ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നത് പച്ച കളറിൽ കാണുന്നത്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. ഇങ്ങനെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെയും അതുപോലെ ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഓപ്ഷനുകളുടെയും റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതും എവിടെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന പേജിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കേണ്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. മറ്റേത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കും. ആവശ്യമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് കിട്ടിയ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ആ ഒരു കിട്ടിയ സീറ്റ് വേണ്ട, ഈ തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് നിങ്ങൾക്ക് ആ ലോഗിൻ ചെയ്ത പ്രൊഫൈൽ പേജിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ അവിടെ ആ ഒരു ടെമ്പററി ആയിട്ട് തന്നെ തുടരാവുന്നതാണ്. നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോവേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പച്ച കളറിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഒന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതേസമയം ഒന്നാമത്തെ ഓപ്ഷനല്ല മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ വേണമെങ്കിൽ ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോകുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് സ്കൂളിൽ പോയാൽ തിരിച്ചു തരുന്നതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ട് ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുക. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ വീണ്ടും എടുക്കുക. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോകുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, PTA ഫണ്ട്, ഫിറ്റേ ഡൊണേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു തരും. അപ്പോൾ അതും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫീസ് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീസും അതുപോലെ തന്നെ അതായത് ആപ്ലിക്കേഷൻ ഫീസല്ല അഡ്മിഷൻ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്കൊരു മറ്റൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ എനിക്കത് വേണ്ട. അപ്പോൾ അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും നടക്കില്ല. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആ ഒരു ഓപ്ഷൻ താഴെ എല്ലാവിധ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സീറ്റ് കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിൽ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനെങ്കിലും പോയിട്ട് എടുക്കേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ നോൺ ജോയിൻറ്റ് കാറ്റഗറിയിൽ മാറുന്നതും പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് മാറ്റം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സ്കൂൾ മാറ്റം കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.